അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. പൊന്നു ചോറ്റാനിക്കരയിൽ പാഴുമമ്മേ തുണയ്ക്കണേ പൊന്നു ഗുരുവായൂരപ്പ കഥകൾ പാടാൻ. പൊന്നിലും മണ്ണിലും എൻ്റെ മനസ്സിനെ തളയ്ക്കാതെ പൊന്നു പാദാരവിന്ദത്തിൽ ഭക്തി നിറയ്ക്കൂ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. അമ്മേ നിന്റെ അനുഗ്രഹം അവിരാമം ലഭിക്കുവാൻ അമ്മേ നാരായണായെന്നു പാടിടട്ടെ ഞാൻ. ഭാഗവത കഥാമൃതം പാനം ചെയ്തു മത്തനായി ഹരിനാമലഹരിയിൽ പാടിടട്ടെ ഞാൻ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. അമ്മേ നിന്നെ പൂജ ചെയ്തു പ്രജത്തിലെ ഗോപികമാർ അച്യുതനെ പതിയായി ലഭിച്ചിടുവാൻ. അമ്മേ നിന്റെ വരത്തിനാൽ രാസലീലയാടിയവർ ആത്മതത്വബോധം നേടി വിശുദ്ധകളായി. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. അമ്മേ നിന്നെ വധിക്കുവാൻ കാൽ പിടിച്ചു കംസരാജൻ അവനും നീ നൽകിയല്ലോ അച്യുത സ്മൃതി. മരണഭയത്താൽ നിത്യം ഹരിയെ സ്മരിച്ചവനം മാതുലനും ഹരി നൽകി അന്ത്യദർശനം. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും മിഥ്യയല്ലോ നേട്ടമായി ജീവിതത്തിൽ ശ്രീഹരി മാത്രം. ലോകമെല്ലാം അമ്മയായി പാടുന്നൊരു പുണ്യകീർത്തി കോട്ടമില്ലാതരി ഭക്തി വളർത്തിടണേ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. അമ്മേ എന്നും ദേവി എന്നും ലക്ഷ്മി എന്നും ഭദ്രേ എന്നും അടിയങ്ങൾ ഭക്തിപൂർവം വിളിച്ചിടുമ്പോൾ നാരായണ എന്നുള്ളതാ നാലക്ഷരമതിനൊപ്പം നാവിൽ ചേർത്തു വച്ചിടുന്ന വാണിയും നീയേ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം.
ശ്രീവാണി ശരണം അമ്മേ ശരണം. ഭാഗവതോത്തമനായ ഓട്ടൂരുണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ ഒരു ചില വരികളാണ് ഇപ്പോൾ നമ്മൾ ചൊല്ലുന്നത്. ദ്യുതരുത്തളിരിൻ്റെ ശീലവും ദ്യുതിയും ചേർന്നൊരു നിൻപദങ്ങളെ ഹൃദയത്തിൽ നിനയ്ക്കുവാൻ സദാ സദയം കൃഷ്ണൻ അനുഗ്രഹിക്കണം. മഷി വീണ വിളക്കിനൊത്തു കൽമഷമെന്തും മമ ജീവകാന്തിയെ വിരൽ കൊണ്ടു തിരുമ്മി വേഗമീരു നീക്കി തെളിയിക്കണം ഹരി. പനിനീർമലരൊത്ത ഗണ്ഡവും കനിപോലുന്ന വിലോചനങ്ങളും മുനിചിത്തമുലച്ചഹാസവും കുനുചില്ലീയുഗവും നിനച്ചിടാം. കുഴലിൽ പുതുപീലി കൊച്ചു കയ്യിൽ കുഴലത്തൃക്കഴലിൽ ചിലമ്പുകൾ ചൊടിയിൽ ചിരിവെണ്ണിലാവു ചൊല്ലിൽ ചൊടിയൻ കണ്ണയിലെന്നു കാണുവാൻ. തളയിട്ടു കിലുക്കിയോടി വേർത്തോരടികത്തിൽ കുടിലാളകങ്ങൾ തൂങ്ങി കുളിപുഞ്ചിരിയോട് പൂഴിവാനെ കളിയാടും കടലൊന്നനെ തൊഴുന്നേ. കുനുകുനയുലയുന്ന കൂന്തൽ കൊണ്ടും നനുനനയങ്ങു പൊടിഞ്ഞ വേർപ്പുകൊണ്ടും മുരരിപു ഭഗവാന്റെ ബാലചന്ദ്രൻ കരിമുകിൽ താരകൾ ചേർന്നവാറുമിന്നി കരുണയൊടിളകുന്ന കേശവന്തൻ തിരുമിഴി രണ്ടുമൊരിക്കലെന്റെ നേരെ തിരിയുകിലുടനെ കൃതാർത്ഥമായി ഞാൻ കരുതിടുമെന്നുടെ ഈ മനുഷ്യജന്മം. പല പശുപകുമാരിമാർ തനിക്കായ അരികൊടു നൽകിയ പാലവർക്കു തന്നെ പലിശയൊടു തിരിച്ചടച്ചു കൃഷ്ണൻ പരമകൃപാനിധി പുഞ്ചിരിക്കുഴമ്പാൽ. ചുക ചുക ഹരിതന്റെ പാദമൂലം ചക ചക നീലിമയാർന്ന തൻ ശരീരം തെളുതെളയവിടുത്തെ മന്ദഹാസം വിരസണമീ വകയന്റെ നെഞ്ചിലെന്നും. കളമുരളി വിളിച്ചു കാൽച്ചിലമ്പിൻ കളകളമോടെ ഇളം സ്മിതങ്ങൾ തൂകി ലളിതപദ സമർപ്പണങ്ങളാലുൾപ്പുളക വിളക്കുളവാക്കിയോടി കൃഷ്ണൻ. കളകള നിനതങ്ങൾ കാൽച്ചിലമ്പും പരിമള ധോരണി ചന്ദന കുഴമ്പും പളപള നിറമക്കഴുന്നുമെയ്യും വഴിയിലൊഴിച്ചു മുരാരി സഞ്ചരിച്ചു. വനഭുവി വിഹരിച്ചിടുന്നതായിട്ടനവധി കുട്ടികളുള്ളതിൻ്റെ മധ്യേ അനുപമ സുകുമാരനായൊരാളെ കനകദൂലമുടുത്തു കാൺമതാരോ. ലളിതചരണമുന്നി വച്ച പിച്ചക്കളികൾ കുതൂഹലമോടു കണ്ടിരുന്നു. കളമുരളി വിളിച്ചിരുന്നതും ഞാൻ വളരെ രസത്തോടു കേട്ടുകൊണ്ടിരുന്നു. ലളിതചരണമൂന്നി മെല്ലെ മെല്ലെ തളകൾ കിലുക്കീളം സ്മിതാംശു തൂക്കി കളിയൊടു ജനനീകരം പിടിച്ച കളനളിനീതലോചനൻ നടന്നു. ഇടയ ശിശുവിനെ പ്രമാദപൂർവം മടിയിലിരുത്തിയുടൻ പിടിച്ചുകൂട്ടി തുടുചൊടികളിലും അവച്ചു വസ്ത്രം തടവി മിനുക്കി യശോദയോ മരിച്ചാൾ. പീലിക്കാർ തിരുമുടി ഭംഗിയോടു കെട്ടിട്ടേലസും തളകളുമസലായി കിലുക്കി ഓലക്കം കലരുമൊരോടയൂതി മന്ദം ബാലേന്ദുസ്മിതമൊടു മാധവൻ വരുന്നു. ആടിയും പാടിയും കാടുതോറും രസാലോടിയും ചാടിയും ചാടുവാക്കോതിയും കാടു കാണിച്ചു കൊണ്ടെട്ടനോടൊന്നിച്ചു താൻ മാടിനെ കാത്തിടും കൃഷ്ണനാണാശ്രയം.
മാനിച്ചുകൊണ്ടേട്ടനൊന്നിച്ചുതാൻ മാടിനെ കാത്തിടും. കൃഷ്ണനാണാശ്രയം, കൃഷ്ണനാണാശ്രയം, കൃഷ്ണനാണാശ്രയം. ഭഗവാന്റെ മനോഹരമായ ലീലകളിലൂടെ, അവതാര രംഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് അവതരിച്ച രംഗം ശ്രീമദ് ഭാഗവതം നമ്മൾ നേരത്തെ പറഞ്ഞു പൂർണ്ണമായും സംവാദ രൂപത്തിലാണ്. ശ്രോതാവിൻ്റെ താല്പര്യത്തെ മുൻനിർത്തി ശ്രോതാവിൻ്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ശ്രോതാവിൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഭാഗവതത്തിൽ കഥകൾ പറയുന്നത്. അതുകൊണ്ട് സ്വയംഭൂമനുവിൻ്റെ വംശം വിസ്തരിച്ച് കേൾക്കണം എന്ന് വിതുരമഹാശയൻ ആവശ്യപ്പെട്ടപ്പോൾ മൈത്രേയ മഹർഷി മറുപടി പറഞ്ഞു. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് സ്വയംഭൂമനു ശതരൂപയെ വിവാഹം ചെയ്തു. ബ്രഹ്മാവിൻ്റെ രണ്ട് പാതികളാണ്. ബ്രഹ്മാവ് അതേപോലെ നിന്നു. ഒരു പാതിയിൽ നിന്നൊരു പുരുഷനും മറുപാതിയിൽ നിന്നൊരു സ്ത്രീയും ഉണ്ടായി. ആ സ്ത്രീയെ പുരുഷൻ വിവാഹം ചെയ്തു. അങ്ങനെ മനു ശതരൂപയെ വിവാഹം ചെയ്ത് പ്രജാസൃഷ്ടി ആരംഭിക്കുകയാണ്. അപ്പോഴാണ് മനുവിന് ആധാരമായി അല്ലെങ്കിൽ താമസിക്കാനായിട്ട് കൊടുത്തിരുന്ന ഭൂമി വെള്ളത്തിലാണ്ടുപോയി എന്ന് അറിയുന്നത്. മനു ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. ബ്രഹ്മാവ് പറഞ്ഞു, ഈ ഭൂമിയെ സമുദ്ധരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഭൂമിപതിയായിരിക്കുന്ന ധരാപതിയായിരിക്കുന്ന സാക്ഷാൽ ആ ഭഗവാന് മാത്രമേ അത് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചു. ഹരിസ്മൃതി സർവവിപത് വിമോക്ഷണം. ഭഗവത് സ്മൃതി എല്ലാ തരത്തിലുള്ള ആപത്തുകളെയും ഇല്ലാതെയാക്കി സർവകാമനകളെയും സാധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ബ്രഹ്മാവിൻ്റെ ആ പ്രാർത്ഥനയെ സാർത്ഥകമാക്കിക്കൊണ്ട് ഭഗവാൻ ശിശുകോലരൂപി, ഭഗവാൻ ഒരു ചെറിയ വരാഹ കുട്ടിയുടെ കുഞ്ഞ് പന്നിക്കുഞ്ഞിൻ്റെ രൂപത്തിൽ ഭഗവാൻ ബ്രഹ്മാവിൻ്റെ നാസാദ്വാരത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. ഇതെന്താണ്? കൈവിരലിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ. ഇതെന്താണ് എന്ന് വിചാരിച്ചപ്പോഴേക്കും വരാഹമൂർത്തി വളർന്നു 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 വലുതാവാൻ തുടങ്ങി. ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ആകാരം, ഭഗവാന്റെ ആ വാല് ആകാശത്തെ മേഘങ്ങളിലൊക്കെ തട്ടി അത് ചിന്നിച്ചിതറാൻ തുടങ്ങി എന്നാണ്. മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ തുടങ്ങിയ പ്രജാപതിമാര് ഭഗവാന്റെ ഈ സ്വരൂപം കണ്ട് അത്ഭുതപ്പെട്ടു. ഭഗവാൻ എല്ലാവരെയും താൻ ഈശ്വരാംശമാണ്, ഈശ്വരന്റെ അവതാരമാണ് എന്ന് കാണിച്ചുകൊണ്ട് ജഗജ്ജാഗേന്ദ്ര സന്നിഭ അവിടെ ഉറക്കെ ഒന്ന് അട്ടഹസിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ആ അട്ടഹാസം കേട്ടപ്പോൾ മനസ്സിലായി ഇത് ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലായി. പ്രജാപതിമാര് ഭഗവാനെ യജ്ഞവരാഹമൂർത്തിയായിട്ട് സ്തുതിക്കാൻ തുടങ്ങും. ഭഗവാന്റെ ഓരോ അവയവങ്ങളും ഓരോ തരത്തിലുള്ള യജ്ഞത്തിന് ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളായിട്ട് സങ്കല്പം ചെയ്തുകൊണ്ട് യജ്ഞവരാഹമൂർത്തിയായിട്ട് ഭഗവാനെ സ്തുതിക്കുമ്പോഴാണ് ഭഗവാൻ മുക്കത്തു മണ്ണുണ്ട വെച്ചു നാമം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ആന ഒരു താമരപ്പൂവിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ലാഘവത്തോടു കൂടി തൻ്റെ തേറ്റമേൽ ഭൂമിയെ ഉദ്ധരിച്ചുകൊണ്ട് മുകളിലേക്ക് വരുന്നു. അങ്ങനെ മഹർഷിമാരെ ഗംഭീരമായിട്ട് സ്തുതിച്ചു. ആ പ്രാർത്ഥന കേട്ടുകൊണ്ട് ഭഗവാൻ ഭൂമിയെ ജലോപരിതലത്തിൽ വേണ്ട സ്ഥലത്ത് സ്ഥാപിച്ചു. ജലഗണങ്ങൾ, തൻ്റെ ദേഹത്ത് പറ്റിക്കിടന്ന ജലഗണങ്ങൾ കളയാൻ വേണ്ടി മൃഗചേഷ്ട കാണിച്ചുകൊണ്ട് ഭഗവാൻ ആ ദേഹത്തെ വെള്ളം മുഴുവൻ കുടഞ്ഞു കളഞ്ഞു. ഭഗവാന്റെ ദേഹത്ത് നിന്ന് പുറപ്പെട്ട ആ വെള്ളത്തോടൊപ്പം തന്നെ ചില രോമങ്ങളൊക്കെ ചെന്ന് വീണു. അതുകൊണ്ട് ഭഗവാന്റെ രോമങ്ങൾ ദർഭപുല്ലാണെന്നൊക്കെയാണ് പറയുക. അതുകൊണ്ട് ബരിഹിസ്സുകൾ വീണിടം ബരിഹിഷ്മതി എന്ന് അറിയപ്പെടാൻ തുടങ്ങി. സർവകാല സ്വഭാവകമായിരിക്കുന്ന അവിടെ താപത്രയങ്ങൾ അവിടേക്ക് എത്തില്ല. അങ്ങനെയുള്ള സ്ഥലത്താണ് സ്വയംഭൂമനും ശതരൂപയോടുകൂടി അവിടെ താമസിക്കുന്നത് എന്ന് പറയും. അങ്ങനെ എല്ലാവരെയും അനുഗ്രഹിച്ച് വരാഹമൂർത്തി അവിടുന്ന് അന്തർധാനം ചെയ്തു. ഇത്രയും പറഞ്ഞു നിർത്തി. അപ്പോ ആ വാക്കുകൾ കേട്ടപ്പോൾ വിതുരമഹാശയന് വീണ്ടും സംശയമായി. തേനൈവ മുനിശ്രേഷ്ഠ ഹരിണ യജ്ഞമൂർത്തിന ആദിദൈത്യോ ഹിരണ്യാക്ഷോ ഹത ഇത്യനുശുശ്രുമ. ഈ വരാഹമൂർത്തി തന്നെയല്ലേ ഹിരണ്യാക്ഷനെ, ആദിദൈത്യനായിരിക്കുന്ന ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചത്
ദിതിയുടെ പുത്രനായതുകൊണ്ടാണ് ദൈത്യൻ എന്ന് പേര് വരുന്നത്. അങ്ങനെയുള്ള ആ ഹിരണ്യാക്ഷൻ എന്ന അസുരനെ ഇതേ വരാഹമൂർത്തി തന്നെയല്ലേ നിഗ്രഹിച്ചത്? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് സ്വദംഷ്ട്രാഗ്രേണ ലീലയ, തന്റെ ദംഷ്ട്രാഗ്രഹത്തിൽ ആ ലീലയാടിക്കൊണ്ട് ഭഗവാൻ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നപ്പോ ദൈത്യരാജനുമായി എന്തുകൊണ്ടാണ് യുദ്ധമുണ്ടായത്? എന്താണ് ഇതിന് കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹിരണ്യാക്ഷന്റെ ജന്മത്തിന് കാരണമായിട്ടുള്ള രംഗങ്ങളെ വർണ്ണിക്കുകയാണ് തോന്നുന്നത്. 14-ാമത്തെ അധ്യായം മുതൽ അതാണ് 19-ാമത്തെ അധ്യായം കൂടി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഹിരണ്യാക്ഷന്റെ ജന്മവും ഹിരണ്യാക്ഷനെ സാക്ഷാൽ ഭഗവാൻ നിഗ്രഹിക്കുന്നതായിട്ടുള്ള രംഗമാണ് ഹിരണ്യാക്ഷവധം എന്നുള്ളത്. അപ്പൊ മൈത്രേയ മഹർഷി പറയുന്നു, ഈ വരാഹമൂർത്തി തന്നെയാണ് നിഗ്രഹിച്ചത്. പക്ഷെ സജ്ജനങ്ങൾ പറയാറുണ്ട്, ആദ്യത്തെ മന്വന്തരം സ്വയംഭൂ മന്വന്തരം, സ്വയംഭൂവിൽ നിന്നുണ്ടായ മനു, അതുകൊണ്ട് സ്വയംഭൂവ മനു എന്ന് പേര്. ആ മന്വന്തരത്തിൽ ഭഗവാൻ അവതരിച്ചു, ശ്വേതവരാഹ രൂപത്തിൽ അവതരിച്ചു, വെളുത്ത ഒരു വരാഹമായിട്ട് അവതരിച്ചു. എന്നിട്ട് ഭൂമിയെ ഉദ്ധരിച്ചു. എന്നാൽ 6-ാമത്തെ ചാക്ഷുഷ മന്വന്തരത്തിലാണ് ഭഗവാൻ നീലവരാഹമായിട്ട് അവതരിച്ച് ഈ ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചത് എന്ന് പറയുന്നു. ഭാഗവതത്തിൽ അതിന് പ്രത്യേക സൂചനകളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. സജ്ജനങ്ങൾ പറയുന്നു എന്ന് മാത്രം. ഏതായാലും ഇവിടെ പറയുകയാണ് ഹിരണ്യാക്ഷന്റെ ജന്മം എങ്ങനെയാണ് ഉണ്ടായത്, അതിന് കാരണമായിട്ടുള്ള രംഗങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാണ് മൈത്രേയ മഹർഷി. എന്താ അവിടെ സംഭവിച്ചത്? അസുരമാതാവ് ദിതി, ദിതിയുടെ ഭർത്താവാണ് കശ്യപൻ. കശ്യപന് മറ്റു ഭാര്യമാരുണ്ട്, അദിതി, ധനു തുടങ്ങിയവരൊക്കെ കശ്യപന്റെ ഭാര്യമാര് തന്നെയാണ്. അതിഥിയിൽ നിന്നുണ്ടായ ആളുകളാണ് ആദിത്യന്മാര്, ദേവന്മാര്. ധനുവിൽ നിന്നുണ്ടായവരാണ് ദാനവന്മാര് എന്നറിയപ്പെടുന്നത്. ദിതിയിൽ നിന്നുണ്ടായതൊക്കെ ദൈത്യന്മാര്. അപ്പൊ ഇവിടെ പറയുകയാണ്, ഒരു ദിവസം സന്ധ്യാസമയം, ഏകദേശം സന്ധ്യാവന്തനത്തിലുള്ള സമയം, ഈ സമയമൊക്കെ ആയ സമയത്ത് കശ്യപൻ ധ്യാനനിരതനായിട്ട് ഇരിക്കണം. അഗ്നിപൂജയൊക്കെ ചെയ്ത് ഇനി സന്ധ്യാവന്തനം വേണം. അതിന് അദ്ദേഹം തയ്യാറായിട്ടിരിക്കുന്ന സമയത്താണ് ദിതി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു, പറഞ്ഞു, എനിക്ക് ഒരു പുത്രഭാഗ്യം തന്ന് അനുഗ്രഹിക്കണം. കശ്യപൻ പറഞ്ഞു, അയ്യോ, ഇത്തരത്തിലുള്ള ചിന്തകൾക്ക് പോലും ഈ സമയത്ത് സ്ഥാനമില്ല. ഈ സമയം സന്ധ്യാദേവിയെയും സന്ധ്യാസമയത്ത് ലോകത്തെ അനുഗ്രഹിക്കാനായി തൻ്റെ ധർമ്മമാകുന്ന ആ കാളപ്പുറത്ത് വരുന്ന സാക്ഷാൽ മഹാദേവനെയൊക്കെ പൂജിക്കേണ്ടുന്ന സമയമാണ്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പറയാറുണ്ട്, സന്ധ്യ ആയി കഴിഞ്ഞാൽ കൈയും കാലും കഴുകി ഭസ്മം കുഴിയിട്ട് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അതേപോലെ സന്ധ്യാവന്തനം അത് ചില അനുഷ്ഠാനങ്ങളായിട്ട് കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ സന്ധ്യാദേവിയെ വന്ദിക്കുക, തർപ്പണാദികൾ കൊണ്ട് ഗായത്രി ജപം, അങ്ങനെ എല്ലാ നിലയ്ക്കും ഈശ്വരോപാസനയ്ക്ക് പറ്റിയ സമയമാണ് പ്രഭാതസന്ധ്യയും പ്രദോഷസന്ധ്യയും. ഉച്ചയ്ക്കുള്ള മാധ്യന്തിനത്തിലും ഒരു സന്ധ്യയുണ്ട് എന്നാ പറയാം. ആ സമയത്തും ഭഗവാനെ ഭജിക്കണം എന്നാണ്, ഇല്ലെങ്കിൽ എല്ലാ സമയത്തും ഭഗവാനെ ഭജിക്കണം. മറ്റൊന്ന് പറയാറുണ്ട്, സന്ധ്യാസമയത്തൊക്കെ രോഗാണുക്കളൊക്കെ കൂടുതലുണ്ടാവുന്ന സമയമാണത്. അതുകൊണ്ട് ആ സമയം എന്തിനാണ് ഏറ്റവും നല്ലത്? ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഇത്തരത്തിലുള്ള ലൈംഗിക വിചാരങ്ങൾ ഉണ്ടാവാൻ പാടില്ല, മറിച്ച് ഭഗവത് ഭജനം ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ചുരുക്കം. ഇവിടെ കശ്യപൻ ഇതൊക്കെ പറഞ്ഞുവെങ്കിലും ദിതി കൂട്ടാക്കിയില്ല. ദിതി കശ്യപനെ വളരെ ആ ബലാത്കാരേണ പിടിച്ചു വലിക്കണു. അവസാനം ഇത് ഈശ്വര സങ്കല്പമാണെന്ന് കരുതി കശ്യപൻ അതിന് തയ്യാറാവുന്നു. പക്ഷേ പുത്രോത്പാദനം കഴിഞ്ഞതോടുകൂടി ദിതിയിൽ വല്ലാത്ത മാറ്റം ഉണ്ടായി. ദിതി തൻ്റെ ഭർത്താവിൻ്റെ കാക്കൽ വീണ് നമസ്കരിച്ചു. ആ സന്ധ്യാദേവിയും അങ്ങും അതേപോലെ തന്നെ സംഹാരസ്വരൂപിയായിരിക്കുന്ന ആ മഹാദേവനും എന്നിൽ ക്രോധമുള്ളവരായി തീരാതിരിക്കാൻ അനുഗ്രഹിക്കണം. ഞാൻ ചെയ്തത് തെറ്റായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ രുദ്രനെ ഞാനിതാ നമസ്കരിക്കുന്നു, ആ സന്ധ്യാദേവിയെ ഞാനിതാ നമസ്കരിക്കുന്നു, ഞാനിതാ അങ്ങയെ നമസ്കരിക്കുന്നു, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞപ്പോൾ കശ്യപന് ദേഷ്യം കൂടി. കാരണം എന്താ? ഞാൻ പറഞ്ഞത് കേൾക്കാതെ ഇങ്ങനെ ചെയ്തില്ലേ. അതുകൊണ്ട് കശ്യപൻ പറയുന്നു, നിനക്ക് ഒരു പുത്രൻ ഉണ്ടാവണമെന്നായിരുന്നു നിന്റെ ആഗ്രഹമെങ്കിൽ നിനക്ക് 2 പുത്രന്മാരുണ്ടാവാൻ ഞാനിത് ശ്രമിക്കും. അവരെ ലോകത്തെ മുഴുവൻ കരയിപ്പിക്കും, ലോകത്തെ മുഴുവൻ തൻ്റെ കാൽക്കീഴിലാക്കി ലോകത്തെ തൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് കരയിപ്പിക്കുകയും കരയുന്നവന്റെ കണ്ണീരൊപ്പാൻ കാരുണ്യസ്വരൂപനായ ഭഗവാൻ വരും. അവിടെ നിന്റെ 2 ഉണ്ണികളെയും
ഭഗവാൻ നിഗ്രഹിക്കുകയും ചെയ്യും. ഭഗവാന്റെ തൃക്കൈ കൊണ്ടാണ് നിന്റെ 2 മക്കളുടെയും മരണം എന്ന് കശ്യപൻ അവിടെ ശപിക്കും. ഇത് കേട്ടപ്പോ ദിതിയിൽ വല്ലാത്ത സന്തോഷമാണ് ഉണ്ടായത്. നമ്മൾ നേരത്തെ നാരദ മഹർഷിയുടെ കഥയിൽ പറഞ്ഞ പോലെ അനുഗ്രഹം മന്യമാന, ഇത് ഈശ്വരന്റെ അനുഗ്രഹമാണ്. തന്റെ ഭർത്താവ് തന്നെ ശപിക്കുകയല്ല ചെയ്തത്, അത് വലിയൊരു അനുഗ്രഹമാണ്. ഭൗതികമായും ആത്മീയമായും, ലൗകികമായും ആത്മീയമായും ഇത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം എന്താ? തൻ്റെ 2 മക്കൾ, ഒരു മകനെ താൻ പ്രതീക്ഷിച്ചു, 2 മക്കൾ ഉണ്ടാവുന്നു. ആ 2 മക്കളും ലോകം മുഴുവൻ കീഴടക്കുമെന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ട് അവർക്ക് വലിയ ഉയർച്ചയുണ്ടാവും. എന്നാൽ അതിനേക്കാൾ വലിയ ഭാഗ്യം ഭഗവാന്റെ തൃക്കൈ കൊണ്ട് മരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി എന്നാണെങ്കിൽ, മൃതിയിൽ ഭഗവത് സ്മൃതി ഉണ്ടാവണം എന്നാണെങ്കിൽ, ഇവിടെ മൃതിയിൽ ഭഗവത് സ്മൃതിയല്ല, ആ മൃതി തന്നെ ഭഗവാന്റെ കൈകൊണ്ടാണെങ്കിൽ ഭഗവാനെ കണ്ടുകൊണ്ട് മരിക്കാൻ സാധിക്കുന്നതിൽ പരം ഭാഗ്യം വേറെന്താ ഉള്ളത്? തൻ്റെ ഭർത്താവ് തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവിടുന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് ഞാൻ ഇതാണ് മനസ്സിലാക്കുന്നത്, അടിയനെ അനുഗ്രഹിക്കുകയല്ലേ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ കശ്യപന് വലിയ സന്തോഷമായി. തൻ്റെ ഭാര്യയുടെ മനസ്സ് വളരെ ആർദ്രമായിരിക്കുന്നു, ഈശ്വര ചിന്തയിൽ ആർദ്രമായിരിക്കുന്ന മനസ്സിനെ ഇനി ഒന്നുകൂടി അനുഗ്രഹിക്കാൻ തൃപ്തിപ്പെടുത്തി കശ്യപൻ. കശ്യപൻ പറഞ്ഞു, നിന്റെ 2 ദുഷ്ടന്മാരായിട്ടുള്ള പുത്രന്മാര്, എന്നാൽ അവരിൽ ഒരാൾക്കുണ്ടാകുന്ന പുത്രൻ ഭാഗവതോത്തമൻ, ഭക്തന്മാരുടെ ഭക്തി ലോകത്തിൽ പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കും. എതിരാളികൾ പോലും, ദേവന്മാര് അസുരന്മാരുടെ ശത്രുക്കളാണ്, പക്ഷേ ദേവന്മാർ പോലും ഭക്തിയുടെ പരമോദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുക നിന്റെ പൗത്രനെയായിരിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അങ്ങനെ പ്രഹ്ലാദന്റെ ജന്മത്തിന് കാരണമായിട്ടുള്ള അനുഗ്രഹം കൂടി അവിടെ കൊടുക്കൽ കഴിഞ്ഞു. അങ്ങനെ ദിതിദേവി ഗർഭം ധരിച്ചു. 100 വർഷക്കാലം ആ ഗർഭവുമായിട്ട് ദിതി ഇരുന്നു എന്നാണ്. തൻ്റെ ശക്തി കൊണ്ട് ആ പ്രസവം നടത്താതെ, കാരണം ഇവർ പുറത്തു വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ 100 വർഷമായപ്പോഴേക്കും ആ ദിതിയുടെ തമോ ഗുണപ്രധാനമായിരിക്കുന്ന ശക്തി ഉള്ളിൽ 2 അതിഭീകരന്മാരാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങി. ദേവന്മാർ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ദിതിയുടെ ഗർഭത്തിലുള്ള കുഞ്ഞുങ്ങൾ, സാധാരണ കുട്ടികളല്ല. വിഷ്ണു പാർഷദന്മാര് വിപ്രശാപാൽ പദാക്ഷിതവും, വിപ്രശാപം കൊണ്ട്, ബ്രാഹ്മണ ശാപം കൊണ്ട് അവരെ ദിതിയുടെ ഗർഭത്തിലേക്ക് എത്തിക്കുകയാണ്. ദേവന്മാരെ അത്ഭുതത്തോടുകൂടി ചോദിച്ചു, ആരാണ് ഇവരെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വിഷ്ണു പാർഷദന്മാര്, ജയവിജയന്മാര്. പണ്ട് നൈശ്രേയസം എന്ന ഉദ്യാനം, നിങ്ങൾക്കറിയാലോ, ഭഗവാന്റെ വൈകുണ്ഠ ദർശനത്തിന് 7 കോട്ടകൾ കടന്നിട്ട് വേണം പോവാൻ. 7ാമത്തെ കോട്ടയും കടന്ന് 7ാമത്തെ ഗോപുരം കടന്ന് നൈശ്രേയസം എന്ന ഉദ്യാനം, അതിനപ്പുറത്താണ് ഭഗവാൻ ഉണ്ടാവുക. അപ്പൊ ഭഗവാനെ കാണാനുള്ള ഉത്കടമായ ആഗ്രഹത്തോടുകൂടി എൻ്റെ മാനസപുത്രന്മാരായ സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നിവര് കടന്നു ചെന്നപ്പോൾ നമുക്ക് വല്ലാത്തൊരു ആഗ്രഹവുമായിട്ട് എവിടേക്കെങ്കിലും ചെല്ലുമ്പോൾ അതിനൊരു തടസ്സം വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് സങ്കടം വരും, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും. അപ്പൊ ആഗ്രഹത്തിൽ നിന്ന് പിന്നീട് ഉണ്ടാവുന്നത് സാധാരണ രീതിയിൽ എന്താണ്? ദേഷ്യമാണ്. അപ്പൊ ഇവിടെ കാമാനുജൻ എന്ന് ദേഷ്യത്തെ പറയാറുണ്ട്. കാമം കഴിഞ്ഞാൽ ക്രോധം, കാമം ക്രോധം ഇങ്ങനെയാണ് പറയുക അല്ലെ, ഷഡ്രിപുക്കളെ കുറിച്ച്. അപ്പൊ ഇവിടെ ക്രോധം ഉണ്ടാകാൻ കാരണമായത് കാമമാണ് എന്നുള്ളത് കൊണ്ട്, ഇവിടെ കാമത്തിന് ശേഷം ഉണ്ടാവുന്നത് ക്രോധമായതുകൊണ്ട് ക്രോധത്തെ കാമാനുജൻ എന്ന് പറയാറുണ്ട്. ഈ സനകാദിയോഗീശ്വരന്മാര്, എൻ്റെ മാനസപുത്രന്മാര്, അവർക്ക് ക്രോധമുണ്ടായി എന്നല്ല ബ്രഹ്മാവ് അല്ലെങ്കിൽ മൈത്രേയ മഹർഷി പറയുന്നത്, അവർക്ക് കാമാനുജനുണ്ടായി എന്നാണ്. കാരണം ഇത്രയും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾക്ക് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം തുടങ്ങിയതൊന്നുമില്ല. അവര് സത്വഗുണപ്രധാനികളാണ്. അവരിൽ തമോ ഗുണവും രജോ ഗുണവും ഉണ്ടാവില്ല. തമോ ഗുണത്തിന്റെയും രജോ ഗുണത്തിന്റെയും പ്രതിഫലനങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഈ ഷഡ്രിപുക്കളെ ജയിച്ച് ജിതേന്ദ്രിയന്മാരായിട്ടുള്ളവരാണെങ്കിൽ പോലും പട്ടേരിപ്പാട് നാരായണീയത്തിൽ പറയുന്നത് പോലെ സർവം ഭവൻ പ്രേരണൈവ ഭൂമൻ, അവിടുത്തെ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് ഒരിക്കലും ക്രോധമുണ്ടാകാത്ത അവരിൽ പോലും ക്രോധമുണ്ടായി എന്ന് പറയുന്നു. അവർക്ക് ദേഷ്യം വന്നു.
അവർ പറഞ്ഞു, നിങ്ങൾ ഈ വൈകുണ്ഠ ലോകത്തിരിക്കാൻ യോഗ്യന്മാരല്ല. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഇത്തരം ചിന്ത ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളിൽ ദ്വൈതം വന്നുപെട്ടു എന്നുള്ളത് കൊണ്ട് ഞങ്ങളെ കേവലം സാധാരണക്കാരെ എന്നുള്ള രൂപത്തിൽ നിങ്ങൾ വിചാരിച്ചു. അത് രണ്ട് എന്നുള്ള ചിന്ത കൊണ്ടാണ്. വൈകുണ്ഠത്തിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ കാമക്രോധാദികളെ ജയിക്കാത്ത, ഭേദഭാവന നീങ്ങാത്ത നിങ്ങൾ വൈകുണ്ഠത്തിലിരിക്കാൻ അർഹരല്ല. അതുകൊണ്ട് നിങ്ങളെ അസുരന്മാരായും രാക്ഷസന്മാരായും മനുഷ്യരായും 3 ജന്മങ്ങൾ എടുക്കട്ടെ എന്ന് ശപിച്ചു. ഈ ശാപം അവരെ വല്ലാതെ പരിഭ്രാന്തരാക്കി. ഇത്രയൊന്നും വിചാരിച്ചില്ല. കണ്ടു കഴിഞ്ഞാൽ 5 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ചെറിയ ഉണ്ണികൾ എന്നാണ് വിചാരിച്ചത്. അവരുടെ ആ തപശക്തിയുടെ തീക്ഷ്ണത കണ്ടപ്പോൾ അവർ കാക്കൽ വീണ് നമസ്കരിച്ചു. പറഞ്ഞു, ഞങ്ങൾക്ക് ശാപമോക്ഷം വേണ്ട, പക്ഷേ ഞങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ ഏതൊക്കെ ജന്മമെടുത്താലും ഏത് യോനിയിൽ പിറന്നാലും ഞങ്ങൾക്ക് ഭഗവത് സ്മരണ എന്നെന്നും ഉണ്ടാവണം. ഭഗവാനെ മറക്കാൻ പാടില്ല. ഞങ്ങൾ അതിനു വേണ്ട അനുഗ്രഹം തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അസുരന്മാരാവട്ടെ, രാക്ഷസന്മാരാവട്ടെ, മനുഷ്യരാവട്ടെ, ഭഗവാനോട് ദ്വേഷമുള്ളവരായിക്കോട്ടെ, എങ്കിലും അവിടുത്തെ മറക്കാൻ ഞങ്ങൾക്ക് ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സർഗാദികളുടെ കാക്കൽ വീണവർ നമസ്കരിച്ചു. ആ സന്ദർഭത്തിലാണ് ഭഗവാൻ ഗരുഡന്റെ പുറത്ത് കയറി അവിടേക്ക് വന്നു ചേർന്നു. ഭക്തവാത്സല്യം കൊണ്ട് അവിടുന്ന് ഓടി വന്നു എന്നാണ്. അങ്ങനെ വന്നിട്ടോ ഭഗവാനെ സർഗാദികളെ ഗംഭീരമായിട്ട് സ്തുതിച്ചു. സ്തുതി കേട്ടു. ഭഗവാൻ പറഞ്ഞു, നിങ്ങളുടെ പ്രവൃത്തിയൊക്കെ എൻ്റെ സങ്കല്പമാണ്. സർഗാദികൾക്ക് ദേഷ്യമുണ്ടായത് എൻ്റെ സങ്കല്പമാണ്. ഇവർക്ക് നിങ്ങളെ തടുക്കാൻ തോന്നിയതും എൻ്റെ സങ്കല്പമാണ്. അതുകൊണ്ട് ഇവർ 3 ജന്മങ്ങൾ എടുക്കുന്നുവെങ്കിൽ ഇവരെ അനുഗ്രഹിക്കാൻ ഞാൻ 4 അവതാരങ്ങൾ എടുക്കുമെന്ന് ഭഗവാൻ അപ്പം തന്നെ പറഞ്ഞു. അപ്പൊ സനകാദി യോഗീശ്വരന്മാർ വിചാരിച്ചെങ്കിൽ നമുക്കും ഒരു ജന്മത്തിലെങ്കിലും ഇവരുടെ ഒപ്പം നിന്ന് നാമത്തിന്റെ മാഹാത്മ്യം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാം എന്ന് തീർച്ചപ്പെടുത്തിയത്രേ. ഭാഗവതത്തിലെ സൂചനയോ അതിന് പ്രമാണമൊന്നും കാണാൻ സാധിക്കില്ല. സജ്ജനങ്ങൾ, ആചാര്യന്മാർ, പൂർവസൂരികൾ പറഞ്ഞു തരുന്നു. സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നീ 4 പേര് ഹ്ലാദൻ, അനുഹ്ലാദൻ, സംഹ്ലാദൻ, പ്രഹ്ലാദൻ എന്നിങ്ങനെ 4 അഭിധാനങ്ങളോടുകൂടി ഹിരണ്യകശിപുവിന്റെ പുത്രന്മാരായി പിറന്നു. അപ്പോ ജയവിജയന്മാരിൽ ഒരാള് ഹിരണ്യകശിപുവായും മറ്റേയാള് ഹിരണ്യാക്ഷനായിട്ട് പിറന്നു. അതിൽ ഹിരണ്യകശിപുവിന്റെ പുത്രന്മാരായി സനകാദി യോഗീശ്വരന്മാർ പിറന്നു. ആ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാനായി ഭഗവാൻ നരസിംഹമായും ഹിരണ്യാക്ഷനെ നിഗ്രഹിക്കാൻ ഭഗവാൻ മറ്റൊരു രൂപത്തിൽ വരാഹമായിട്ടും അവതരിക്കുക എന്ന് തീർച്ചപ്പെടുത്തിയെന്നാണ്. അപ്പൊ ഏതായാലും ഇവിടെ ആ ലക്ഷ്മി ഭഗവതിയെ പണ്ടൊരിക്കൽ തടഞ്ഞു അത്രയെങ്കിലും. അതുകൊണ്ടാണ് ഇപ്പോ ഭഗവാൻ അതിനുള്ള ഒരു മരുന്ന്, അവരുടെ ആ രോഗത്തിന്, മനസ്സിന്റെ രോഗത്തിന് ഒരു മരുന്ന് കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്തത്. വൈരഭക്തി കൊണ്ട് എന്നെ ഭജിക്കാൻ ഇടവരട്ടെ. നിങ്ങൾ ഈ ശാപം കൊണ്ട് പേടിക്കൊന്നും വേണ്ട. ബ്രഹ്മശാപത്തെ നശിപ്പിക്കാൻ എനിക്ക് കഴിയും, പക്ഷേ ഞാനത് ചെയ്യണില്ല. നിങ്ങൾക്ക് വന്നു ചേർന്ന ആസുരത്വം പണ്ട് മഹാലക്ഷ്മി സങ്കല്പിച്ചതാണ്. അന്ന് നിങ്ങൾ മഹാലക്ഷ്മിയെ തടഞ്ഞു. ഈ 3 ജന്മം കൊണ്ട് നിരന്തരമായി എന്നെ സ്മരിച്ച് നിങ്ങൾ എന്നിലേക്ക് തന്നെ എത്തിച്ചേരും. ബ്രഹ്മാവ് പറഞ്ഞു, ഈ ജയവിജയന്മാരാണ് ഇപ്പതാ ദിതിയുടെ ഗർഭത്തിൽ വന്ന് പിറന്നിരിക്കുന്നത്. ഇപ്പൊ വൈകുണ്ഠവാസികൾക്ക് അധപ്പതനം ഇതൊന്നും ഇല്ലാത്തതാണ്. സനകാദികൾക്ക് കോപം. എന്തിനാണ്? ലോകാനുഗ്രഹാർത്ഥം ഭഗവാൻ ആടിയൊരു ലീല, അത്രയേ ഉള്ളൂ. നരസിംഹാവതാരം, വരാഹാവതാരം, ശ്രീരാമാവതാരം, ശ്രീകൃഷ്ണാവതാരം, ഇങ്ങനെ വളരെ മഹത്വമേറിയ 4 അവതാരങ്ങൾക്ക് കാരണമായി ഈ 4 പേർ ജയവിജയന്മാരെ ശപിച്ചത്. ഏതായാലും ആ ഭഗവത് ഭക്തി നമുക്ക് കാണിച്ചു തരാൻ സനൽകുമാരൻ പ്രഹ്ലാദനായിട്ട് പിറന്നു എന്നും സജ്ജനങ്ങൾ അനുസ്മരിക്കുന്നു. 100 കൊല്ലം പൂർത്തിയായി. ദിതിദേവിയുടെ ഗർഭത്തിൽ നിന്ന് 2 പുത്രന്മാര് ഉണ്ടായി. ആദ്യമുണ്ടായ ആള് ഹിരണ്യകശിപു, മറ്റേ ആള് ഹിരണ്യാക്ഷൻ. ഈ ദിതിയുടെ പ്രസവ സമയത്ത്, ഭഗവാന്റെ അവതാര സമയത്തൊക്കെ നമ്മൾ കാണും, അഥ സർവഗുണോപേത കാല പരമശോഭന യർഹേവാചന ജന്മക്ഷം ശാന്തക്ഷഗ്രഹതാരകം
എല്ലാം വേണ്ടതുപോലെ ആയ സമയത്താണ് ഭഗവാന്റെ അവതാരം ഉണ്ടാകുന്നതെങ്കിൽ ഇവിടെ ഈ ദിതിയുടെ പ്രസവ സമയത്ത് ഉൽപാദാബഹവസ്തത്രാനിപേതുർജായമാനയോ ദിവി ഭൂവി അന്തരീക്ഷേച ലോകസ്യോരു ഭയാവഹ സഹാചലാഭുവശ്ചേരു ദിശ സർവാ പ്രജ്വലു. എല്ലായിടത്തും ദോഷങ്ങളാണ്. ചുഴലിക്കാറ്റ് വീശുക, അതേപോലെ തന്നെ വിഗ്രഹങ്ങളിൽ നിന്ന് കണ്ണീരൊഴുകുക, പശുക്കളുടെ അകടിൽ നിന്ന് ചോര വരിക, സമുദ്രം കലങ്ങി മറിയുക, കൊടുങ്കാറ്റ് വീശുക, ഭൂമി കുലുങ്ങുക, അങ്ങനെ എല്ലായിടത്തും ദോഷങ്ങൾ മാത്രമുള്ള സമയത്ത് ഇവരുടെ ജന്മമുണ്ടായി എന്ന് പറഞ്ഞു. ഹിരണ്യാക്ഷൻ ദേവന്മാരോട് യുദ്ധത്തിന് ചെന്നു. ദേവന്മാര് ഹിരണ്യാക്ഷന്റെ ശക്തി കണ്ടിട്ട് തന്നെ പേടിച്ചു ഓടിപ്പോയി എന്നാണ്. അമരന്മാര് ദേവസ്ത്രീകളോടുകൂടി രക്ഷപ്പെട്ടു. ഹിരണ്യാക്ഷൻ തിരിച്ചു വന്ന് സമുദ്രത്തിലിരുന്ന് ജലക്രീഡ ചെയ്യാൻ വരുണനെ കണ്ടപ്പോൾ വരുണനോട് യുദ്ധത്തിന് വരാൻ പറഞ്ഞു. വരുണൻ പറഞ്ഞു, എനിക്ക് അതിനുള്ള ആ ആരോഗ്യമില്ല, അധികം വൈകാതെ നിന്നെ സാക്ഷാൽ ഹരി വന്ന് നിഗ്രഹിക്കും, അതോടുകൂടി നിന്റെ അഹങ്കാരത്തിന് ശമനം ഉണ്ടാവും എന്ന് പറയും. ഏതായാലും ഹിരണ്യാക്ഷൻ പിന്നീട് ഹരിയെ അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെട്ടു. ഹിരണ്യാക്ഷനാണ്, ദുഷ്ടനാണ്, അല്ലേ, ഇങ്ങനെയൊക്കെയാണ്, ദൈത്യനാണ്, അസുരനാണ്. പക്ഷേ അന്വേഷിക്കുന്നത് ആരെയാണ്? അത് ഹരിയെയാണ്. ഏത് രൂപത്തിൽ വേണമെങ്കിലും ആവാനാണ്. ഗോപ്യ കാമാത് ഭയാത് കംസോ ദ്വേഷാത് ചൈദ്യാദയോ, അല്ലേ, ഓരോരുത്തർക്കും ഓരോന്നാണ്. ഇവിടെ ആ ചൈദ്യപതിയായി ഇനി വരാൻ പോവുകയാണ്. ഇപ്പൊ ആദ്യത്തെ അവതാരത്തിലാണ് ഹിരണ്യാക്ഷനായിട്ട് വന്നിട്ടുള്ളത്. ചൈദ്യ പുത്രന്മാരായി ചൈദ്യവംശത്തിൽപ്പെട്ട രണ്ടുപേര്, ദന്തവർക്കനും ശിശുപാലനും, അല്ലെങ്കിൽ വിശ്രവസിന്റെ പുത്രന്മാരായിരിക്കുന്ന കൈകസയുടെ പുത്രന്മാരായ രാവണൻ, കുംഭകർണൻ എന്നിവരൊക്കെ ഇവര് തന്നെയാണ്. ഇവര് വന്നു ഹരിയെ അന്വേഷിച്ച് നടക്കും. ഭഗവാനെ അന്വേഷിച്ച് നടക്കുന്ന ആളുകളെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളത് സജ്ജനങ്ങളുടെ സ്വഭാവമാണ്. അങ്ങനെ സജ്ജന അഗ്രണി ആയിട്ടുള്ളത് ആരാ? സാക്ഷാൽ നാരദ മഹർഷി. നാരദനെ നമ്മള് പൊതുവിൽ ഒരു ഏഷണിക്കാരനായിട്ട് മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ. പലപ്പോഴും പറയാറുണ്ട്, നാരദൻ എന്ന് കുട്ടികൾക്ക് പേരിടാൻ പോലും ആളുകൾക്ക് ധൈര്യമില്ല, അല്ലെ. നാരദൻ എത്ര ശ്രേഷ്ഠമായിട്ടുള്ള നാമമാണ്, എത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ജന്മമാണ്. ഭഗവാന്റെ നാമം പാടിക്കൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഏഷണിക്കാരനാണ് നമുക്ക് തോന്നിയത്? അത് നമ്മുടെ കുഴപ്പമാണ്. കാരണം ഓരോ സന്ദർഭത്തിലും ഭഗവാന്റെ ലീലകളുടെ മാധുര്യം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ നാരദൻ ഓരോ വേഷം കെട്ടാറുണ്ട്. കംസന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കംസനിൽ ഭഗവത് സ്മരണയുണ്ടാവാൻ പാകത്തിന്, ദേഷ്യം വരാൻ പാകത്തിന്, അല്ലെങ്കിൽ ഭയം ഉണ്ടാകാൻ പാകത്തിനുള്ള കാര്യങ്ങളൊക്കെ പറയും. അതേപോലെ രാവണന്റെ അടുത്താവട്ടെ, ഹിരണ്യകശിപുവിന്റെ അടുത്താവട്ടെ, ഇനി ഗോപികമാരുടെ അടുത്തെത്തുമ്പോഴോ ഭഗവാനിൽ പ്രേമമുണ്ടാകാൻ പാകത്തിന്. അവിടെ വൈദേഹിയായിരിക്കുന്ന സീതയുടെ അടുത്തും അത് തന്നെ വൈദർഭ്യായി രുക്മിണിയായി മാറിയപ്പോഴും നാരദൻ ചേർന്ന് ഭഗവാന്റെ അവദാനങ്ങൾ പാടും. അതുകൊണ്ടാണ് രുക്മിണി ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം തേ എന്ന് കത്തെഴുതിയത്. ശ്രുത്വാ ഗുണാൻ, അവിടുത്തെ ഗുണഗണങ്ങളെ കേട്ടു. എങ്ങനെ? ഗൃഹാഗതൈർഗീയമാന, ഗൃഹത്തിൽ വന്ന ആളുകൾ പാടിയിട്ട അതിൽ പ്രധാനിയാണ് നാരദൻ. ഇപ്പൊ ഈ നാരദൻ ഓരോരുത്തർക്കും വേണ്ടതാണ് പറഞ്ഞു കൊടുക്കുക. നമ്മളിനി നാളെ കാണും ചതുർത്ഥ സ്കന്ധത്തിൽ ധ്രുവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രം ഉപദേശിച്ച് ധ്രുവനെ, ആ 5 വയസ്സുകാരനെ 5 മാസങ്ങൾ കൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളും ഭഗവാനിലേക്ക് ചേർത്ത് വെപ്പിക്കാനും ആ ഭഗവത് ദർശനത്തിന് കാരണമാകാനും സാധിക്കുന്നത് നാരദന്റെ കാരുണ്യം കൊണ്ടാണ്. പ്രഹ്ലാദന്റെ കഥയിൽ തന്നെ നമ്മൾ കാണും, പ്രയാധൂദേവിയെ രക്ഷിക്കുന്നതും ആ പ്രഹ്ലാദന് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഭാഗവത ധർമ്മങ്ങളെ, ഭഗവത് ഭക്തി മഹത്വത്തെ പകർന്നു കൊടുക്കുന്നത് നമ്മൾ കാണും. അതുകൊണ്ടാണ് ഗുരുപുത്രന്മാർ പറയുന്നത് നൈസർഗികീയം മതിരസ്യ രാജൻ എന്ന് പറയുന്നത്. ആ ഉണ്ണിക്ക് നൈസർഗികീയമായ രീതി അതെങ്ങനെ ഉണ്ടാക്കിയത്? നാരദ മഹർഷിയാണ് ഇതിനൊക്കെ കാരണം. ഇവിടെ നാരദ മഹർഷി നാരായണനെ അല്ലെങ്കിൽ ഹരിയെ അന്വേഷിച്ച് നടക്കുന്ന ഹിരണ്യാക്ഷന്റെ അടുത്ത് പോയി വരാഹമൂർത്തിയുടെ സ്ഥാനം കാണിച്ചു കൊടുത്തു. ദാ നിൽക്കുന്നതാണ് അങ്ങ് ഉദ്ദേശിക്കുന്ന ഹരി. ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ ഹിരണ്യാക്ഷൻ ഉറക്കെ ചിരിച്ചു. ഏത് ഈ കാട്ടുപന്നിയാണോ എന്നാണ് ചോദിക്കുന്നത്.
അപ്പൊ ഭഗവാൻ പറഞ്ഞു, സത്യം വയം ഭോ വനഗോചരാ മൃഗാ യുഷ്മദ്വിധാൻ മൃഗേ ഗ്രാമസിംഹാൻ. നിങ്ങളെപ്പോലുള്ള ഗ്രാമസിംഹങ്ങളെ ഇല്ലാതെയാക്കാൻ എന്നെ പോലുള്ള ഈ കാട്ടുപന്നികൾക്ക് നിഷ്പ്രയാസം സാധിക്കും. അപ്പൊ നിനക്ക് യോജിച്ച വേഷം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. നീ വെറും എന്താണ്, ഗ്രാമസിംഹമാണ്. ഗ്രാമസിംഹം എന്ന് പറഞ്ഞാൽ നായ്ക്കള്. അപ്പൊ നായ്ക്കളെ കൊല്ലാൻ ഇനി വലിയ ആനയുടെ രൂപമൊന്നും കിട്ടി വരേണ്ട കാര്യമില്ല. ഏറ്റവും എളുപ്പമായിട്ടുള്ളത് ഇതാണ്. അതുകൊണ്ട് നിന്നെ ഇല്ലാതെയാക്കാൻ ഇത് ധാരാളം തന്നെയാണ് എന്ന് പറയുന്നു. സോധിക്ഷിപ്തോ ഭഗവതാ പ്രലബ്ധശ്ചരുഷാഭൃശം ആജഹാരോദ്ഗണം ക്രോധം ക്രീഡ്യമാനോ ഹിരാടിവ. ഇവിടെ ദേഷ്യം വന്നു. ഹിരണ്യാക്ഷന് തന്നെ വെറും നായ എന്ന് വിളിച്ചപ്പോ ദേഷ്യം വന്നു. അതിവേഗത്തിൽ ഗദയെടുത്ത ഭഗവാന് നേരെ യുദ്ധത്തിനായിട്ട് വന്നു. ആസാദ്യതരസാദൈത്യോ ഗദയാഭ്യഹനധരി ഭഗവാനെ ആഞ്ഞടിച്ചു. ഭഗവാനും മറ്റൊരു ഗദയെടുത്തു. ഭഗവാൻ സ്തുഗദാ വേഗം വിസൃഷ്ടം വിപണോരസി. എന്നിട്ട് പുനർഗതാം സ്വമാദായ ഭ്രാമയന്തമഭീക്ഷ്ണശ അഭ്യധാവൽഹരി ക്രുദ്ധ സംരംഭാദം. അതിഗംഭീരമായിട്ടുള്ള ഗദായുദ്ധം അവിടെ നടന്നു. ഭഗവാൻ കളിക്കുകയാണ്. കുട്ടികളുടെ അടുത്ത് അച്ഛനമ്മമാരൊക്കെ കളിക്കില്ലേ? ചെറിയ കുട്ടികളെ അച്ഛനമ്മമാരുടെ അടുത്ത് ഇടികൂട്ടുന്നു. ഒറ്റ ഇടി അങ്ങോട്ട് കൊടുത്തപ്പോ അച്ഛൻ മറിഞ്ഞങ്ങോട്ട് വീണു. കുട്ടിക്ക് വലിയ സന്തോഷമായി. അച്ഛനറിയാം ഇത് കളിയാണെന്ന്. കുട്ടി വിചാരിക്കുകയാണ് എൻ്റെ ശക്തി കൊണ്ടാണ് എന്ന്. വളരും തോറും കുട്ടിക്ക് മനസ്സിലാവും അത് അച്ഛൻ തന്നോട് കാണിച്ച വാത്സല്യമാണ്, സ്നേഹമാണ് എന്ന്. ഇവിടെ ഭഗവാന്റെ പ്രിയപ്പെട്ട പാർശ്വതന്മാരിൽ ഒരുവനാണ് ഇപ്പൊ യുദ്ധത്തിനായിട്ട് വന്നേക്കുന്നത്. അപ്പൊ ഭഗവാൻ കുറച്ചു നേരം അവരോടുകൂടി യുദ്ധം ചെയ്ത് കളിച്ചു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഹിരണ്യാക്ഷന്റെ ഗദാപ്രഹരത്തിൽ ഭഗവാന്റെ കയ്യിൽ നിന്ന് ഗദ തെറിച്ചുപോയി എന്നാണ്. മറ്റൊരു ഗദ എടുക്കുന്നത് വരെ ഹിരണ്യാക്ഷൻ കാത്തു നിന്നു. വീണ്ടും യുദ്ധം ആരംഭിച്ചു. ബ്രഹ്മാവ് അവിടെ ഭഗവാനെ ഗംഭീരായിട്ട് സ്തുതിച്ചു. ഭഗവാനെ ഇപ്പൊ തന്നെ ഇവനെ ഇല്ലാതെയാക്കണേ. കാരണം എന്താ? ഇവൻ മായാവിയാണ്. സന്ധ്യാസമയായി കഴിഞ്ഞാൽ ഇവന് ശക്തി കൂടും. അതുകൊണ്ട് അവനെ ഇപ്പൊ തന്നെ ഇല്ലാതെയാക്കണേ. ഏഷാ ഘോരതമാ സന്ധ്യ ലോകച്ഛമ്പത്കരീ പ്രഭോ ഉപസർപ്പതി സർവാത്മൻ സുരാണാം ജയമാവഹ അധുനേഷോഭിജിന്നാമയോഗോ മൗഹൃതിഗോഹ്യകാൽ ശിവായ നസ്ത്വം സുഹൃദാമാശു നിസ്തരദുസ്തരം. അതുകൊണ്ട് ഇവനെ ഇപ്പൊ തന്നെ നിഗ്രഹിക്കണേ എന്ന് അവിടുന്ന് ബ്രഹ്മാവ് സ്തുതിച്ചു. ഭഗവാൻ ഒന്ന് അങ്ങനെ ചിരിച്ചു ബ്രഹ്മാവിനെ നോക്കിയിട്ട്. ബ്രഹ്മാവാണ് ഈ ഹിരണ്യാക്ഷനുള്ള വരങ്ങൾ മുഴുവൻ കൊടുത്തത്. ഇപ്പോ എങ്ങനെയെങ്കിലും കൊല്ലണേ, ഇവൻ മായ പ്രയോഗിക്കും എന്ന് ആരോടായി പറയണത്? ആരുടെ ശക്തിയാണോ മായ ആ ഭഗവാന്റെ അടുത്താണ് പറയുന്നത്. ഏതായാലും ആ മായയൊക്കെ ഇല്ലാതെയാക്കാൻ ഭഗവാൻ നിഷ്പ്രയാസം സാധിക്കും. ബ്രഹ്മാവിനെ നോക്കി ഒന്നിങ്ങനെ ചിരിച്ചു. അതിനുശേഷം അവിടുന്ന് ഭഗവാൻ തൻ്റെ തൃക്കൈ കൊണ്ട്, മുൻകാലുകൾ കൊണ്ട് എന്ന് പറയും, മുൻകൈ കൊണ്ട് എന്ന് പറയും, കരേണ കർണമൂലേ, അവിടെ ഹിരണ്യാക്ഷന്റെ കർണമൂലത്തിൽ ആ ചെവിക്കുറ്റിയിൽ നോക്കി ആഞ്ഞൊരടി അങ്ങോട്ട് അടിച്ചു എന്നാണ്. ആ അടി അങ്ങോട്ട് കിട്ടിയതോടുകൂടി ഹിരണ്യാക്ഷൻ ചോര ഛർദിച്ച് അവിടെ മറഞ്ഞു വീണു, മരിച്ചു വീണു. എല്ലാവരും ഹിരണ്യാക്ഷന്റെ ഭാഗ്യത്തെ പുകഴ്ത്തിപ്പാടി എന്നാണ്. കാരണം എന്താ? യോഗികൾ പോലും ആഗ്രഹിക്കുന്നത് എന്താ? അവസാനത്തിൽ ഭഗവാനെ കാണാൻ സാധിക്കുകയാണ്. ഭഗവൻ സ്മരണ മോഹിക്കുന്നു. ഇവിടെ സ്മരണയല്ല, മരണത്തിൽ ഭഗവാനെ കണ്ടുകൊണ്ട് മരിക്കാൻ സാധിച്ചു ഇവിടെ ഈ ഹിരണ്യാക്ഷൻ. ആ ഹിരണ്യാക്ഷനെ ഭഗവാൻ നിഗ്രഹിച്ചു എന്ന് പറയുന്നു. കാപട്യ ബുദ്ധിശാലീയ ഭക്തോത്തമൻ ശ്രീനാരദ പ്രളയ ജലത്തിൽ പായും അസൂരനോട് സ്തുതി ചൊല്ലി ഭഗവാനെ അവിടുത്തെ പഴി ചൊല്ലി അസൂരന്റെ വീര്യം കൂട്ടി പോരിന്നു വിട്ടു. നാരായണ 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 നാരായണ
മഹാവിഷ്ണു അവിടുത്തെ ധരണിയെ തട്ടിക്കൊണ്ടുപോയി കഷ്ടം അസുരോത്തമാ. നാരദവചനം കേട്ടു കോപിഷ്ഠനായി ഹിരണ്യാക്ഷൻ നാരായണ അവിടുത്തെ തേടിപ്പിടിച്ചു. നാരായണ 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 സുകരമൂർത്തേ. കാട്ടുമൃഗമാണെന്നുള്ള അസുരന്റെ പുച്ഛഭാവം ഒട്ടും തന്നെ ഗൗനിക്കാതെ വരാഹരൂപി സമുദ്രജലത്തിൻ മീതെ ഭൂമിയെ ഉറപ്പിച്ചിട്ടു സുന്ദരക്ഷണനാം ഭവ യുദ്ധം തുടങ്ങി. ഹരി ഹരി നാരായണ 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 സുകരമൂർത്തേ. അസുരനോഗതയുമ ഓടി വരുന്നതു കണ്ടു അവിടുന്നും ഗതയുമ അഞ്ഞടിക്കവേ. വാനിൽ ദേവദേവജന യുദ്ധം കാണാൻ നിരക്കവേ പദത്തിനായി ബ്രഹ്മദേവൻ എന്നെ പ്രാർത്ഥിച്ചു. നാരായണ 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 സുകരമൂർത്തേ. ഗദായുധത്തിങ്കൽ തന്റെ അടിയറ്റ അസുരന്റെ ഗദക്ഷണം നിലത്തേക്കു തെറിച്ചു പോയി. സുദർശനം കയ്യിലെത്തി നേടുന്ന തവ രൂപം സുദർശന ഭാഗ്യമേ കാത്തുരക്ഷിക്കൂ. നാരായണ 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 സുകരമൂർത്തേ. പണ്ടെടുത്തു ശൂലകുമൻ അസുരനോ ഭക്ഷണത്തിൽ പാരാടിനാഥനോ ചക്രം കൊണ്ടു തകർത്തു. കൊണ്ടു അർച്ചനയും നടത്തിന ഹിരണ്യാക്ഷൻ മായാദേവി തന്റെ മുന്നിൽ മായ കാണിച്ചു. നാരായണ 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 സുകരമൂർത്തേ. മായകളോ ചക്രാഗ്നിയിൽ ചാമ്പലായി ഭഗവാനെ മായാതീതനാകും ഭവാൻ കോപിഷ്ഠനായി. മായാവിയാമസൂരനെ കാലിന്റെ പേരുവീരൻ മായാപൂജിതനാം ദേവൻ അനുതൊഴിച്ചു. നാരായണ 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 സുകരമൂർത്തേ. പാദാനുഗ്രഹത്തിനാലോ അസുരനോ ചത്തുവിനു പാദപൂജ ചെയ്തു മുനിജന സഞ്ജയം. യജ്ഞസ്വരൂപഭാവേന തോത്ര സഹസ്രങ്ങൾ ചൊല്ലി യജ്ഞവരാഹമൂർത്തിയോ സംപ്രീതനായി. നാരായണ 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 സുകരമൂർത്തേ. പുരുഷോത്തമനാകുന്നിൻ തൊട്ടാകട്ടെ ഗായത്രിയും രോഗങ്ങളോ ദർഭകുലും കണ്ടു വജ്രവും പാദങ്ങളോ ഭവങ്ങളും ചെവികളോ ചമശങ്ങൾ മായസുവമാവോ സോമരസപാനങ്ങൾ. നാരായണ 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 സുകരമൂർത്തേ. സോമരസം കഴുത്തോ സത്തുക്കളെ സ്തുതിച്ചു. മധുസൂദനായിട്ടു വിളങ്ങുന്ന ഭവനേശാമരോഗം വിശേഷം മാറ്റിത്തരണേ. നാരായണ 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 സുകരമൂർത്തേ. നാരായണ 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 സുകരമൂർത്തേ. വരാഹമൂർത്തേ വരാഹമൂർത്തേ. പാവനകീർത്തേ പാവനകീർത്തേ. സുന്ദരമൂർത്തേ സുന്ദരമൂർത്തേ. സുകരമൂർത്തേ സുകരമൂർത്തേ. രാധാ ഗോവിന്ദ രാധാ ഗോവിന്ദ രാധാവല്ലഭ രാധാവല്ലഭ രാധാരമണ 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 മുകുന്ദ മുരാരേ. ശരണം വേദവചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ. ശരണം വേദവചരണയുഗം
ഭഗവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം മാങ്കുരുശീലായി വാഴും ഭഗവതി ശരണം മേ തവ ചരണയുഗം സാന്ത സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവന പുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഹര ഹര നമ പാർവതീ പതയേ ജാനകീകാന്തസ്മരണം ഗോപികാ ജീവനസ്മരണം വെற்றிவேல் മുരുകനുക്ക് ആഞ്ജനേയ സ്വാമിക്ക് ഗോപികാ ജീവനസ്മരണം കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സമർപ്പയാമി സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ ന്യായേന മാർഗേണ മഹിം മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിനാ സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേത് കശ്ചിൽ ദുഃഖഭാഗ് ഭവേത് അസതോ മാ സദ്ഗമയ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ മൃത്യോർമാ അമൃതം ഗമയ ഓം ശാന്തി 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 ഓം ശാന്തി ശാന്തി ശാന്തി